അമ്മേനെ മർദ്ദിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്രഷൻ, കുഞ്ഞിനെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ഡിപ്രഷൻ. എന്നിട്ട് പറയുന്നത് എന്താ? അമ്മമാരുടെ വിഷമങ്ങൾ എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല. അതായത് 2-3 ദിവസമായിട്ട് ന്യൂസ് ചാനലുകൾ മുഴുവൻ കൊട്ടി ആഘോഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ഗാന്ധി ഭവനിൽ അഭയം തേടിയ ഒരു നടിയും അവരുടെ 95 വയസ്സുള്ള മാതാവും. അപ്പോൾ ഈ മാതാവിനെ ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത്. തൻ്റെ ഭർത്താവും മക്കളും മരുമക്കളും എല്ലാവരും പറയുന്നത് തൻ്റെ മാതാവിനെ ഒഴിവാക്കണം എന്നാണ്. എന്നിട്ട് ഈ സ്ത്രീ പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അമ്മയെയും കൂട്ടിയിട്ട് നേരെ ഗാന്ധി ഭവനിൽ വന്നു എന്നാണ് പറയുന്നത്. അത് കൊല്ലം തുളസിയെ പോലെയുള്ള ഒരുപാട് പേര് അവരെ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുന്നുണ്ട്. അതുപോലെ എല്ലാ ന്യൂസ് ചാനലുകളും അവരെ ഈ 100 150 നാടകം ചെയ്തിട്ടുണ്ട്, സീരിയൽ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും കിട്ടാത്ത ഫേമസ് ആണ് അവർക്ക് ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് കിട്ടിയിരിക്കുന്നത്. എന്താ? തൻ്റെ അമ്മയെ പൊന്നുപോലെ നോക്കുന്ന മകള് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇപ്പം അവരുടെ ഒരു വീഡിയോ പരക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവർ നല്ല രീതിയിൽ അമ്മയെ മർദ്ദിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ് എന്താണെന്ന് വെച്ചാടോ അന്ന് മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ ഇന്ന് നോക്കുന്നില്ലേ എന്നുള്ള ഊള കമൻറ്റുകളാണ് വരുന്നത്. അതായത് അന്ന് മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഡിപ്രഷനായിരുന്നു അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ആ മർദ്ദനത്തിൻ്റെ വീഡിയോ ഞാൻ കേട്ടു, തിരിച്ചും മറിച്ചും തിരിച്ചും ഒക്കെ കേട്ടു. അതിൻ്റെ അകത്ത് ഒരു സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് ഒരു ഡിപ്രഷനും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് അമ്മ എന്തോ ഒരു ഭാരമായതുപോലെയാണ് ഇവർക്ക് തോന്നുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതായത് ഒരു ഗതിയും പരഗതിയില്ലാത്ത 90-95 വയസ്സുള്ള ഒരു സ്ത്രീയെ മർദ്ദിച്ചിട്ട് ന്യായീകരണം പറയുകയാണ് ഡിപ്രഷൻ ആണെന്ന്. എന്നാൽ ഡിപ്രഷൻ ആണെങ്കിൽ ഭർത്താവിനെയോ ഇല്ലെങ്കിൽ മക്കളെയോ മർദ്ദിച്ചൂടെ? അങ്ങനെ മർദ്ദിച്ചു കഴിഞ്ഞാൽ വിവരം അറിയും, അത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് എന്താ ഈ അബലയായ സ്ത്രീയെ പോയിട്ട് മർദ്ദിച്ചിട്ട് ഇപ്പോഴും പറയുകയാണ് എൻ്റെ അമ്മ ഇപ്പൊ ഇങ്ങനെ പറയുകയാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. എന്തൊരു ഉളത്തരാണ്. ഇതാണ് ഞാൻ പറയുന്നത്. കുറെ ടീമുകൾ ഇതിനെ ന്യായീകരിക്കാനും ഉണ്ടാകും. അമ്മയെ തല്ലിയാലും രണ്ടിന്റെ പക്ഷം എന്ന് പറയുന്നത് പോലെ അവരിപ്പോ അമ്മയെ നോക്കുന്നതോ നോക്കാതിരിക്കുന്നതോ ഒന്നും നമുക്ക് പ്രശ്നമല്ല. പക്ഷേ ന്യൂസ് ചാനലിന്റെ മുമ്പിൽ വന്നിട്ട് ഈ മാതിരി അഭിനയം വേണ്ട. അതായത് എൻ്റെ ഭർത്താവ് ഭയങ്കരാണ്, എൻ്റെ മക്കള് ഭയങ്കരാണ്, മരുമക്കള് ഭയങ്കരാണ്, അവരെയൊക്കെ വില്ലന്മാരാക്കിയിട്ട് നിങ്ങളെ ഈ ഷൈനിങ് വേണ്ടെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ നോക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. ഈ ഒരു അവസ്ഥയിലും നിങ്ങളുടെ അമ്മയെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണ് വേണ്ടത്, എല്ലാവരും ഇങ്ങനെ ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ അന്ന് തല്ലിയതൊക്കെ എല്ലാവരും മറക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കൂല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി എന്ത് ഡിപ്രഷൻ്റെ പേരിലായാലും എന്ത് ഇതിൻ്റെ പേരിലായാലും ശരി, അമ്മയെ കൈവച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ആയിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് മാപ്പില്ല. നിങ്ങളിപ്പം നോക്കിക്കോ, ഒന്നും പ്രശ്നമില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇതുപോലെ എന്ന് പറഞ്ഞ് നിങ്ങളെ പോലെയുള്ള ഒരുപാട് പേരെ വളർത്തിയ ഒരുപാട് അമ്മമാരുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞ അമ്മമാരെ ചില ആൾക്കാർ നോക്കുന്നുണ്ട്, ചില ആൾക്കാർ വൃദ്ധസദനിലാക്കുന്നുണ്ട്, ചില ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും അമ്പലത്തിൽ ഓച്ചിറ പോലെയുള്ള സ്ഥലങ്ങളിൽ അങ്ങ് വിടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതായത് ഒരുപാട് പേര് കഷ്ടപ്പെട്ട് അമ്മയെ നോക്കുന്നു. അവരെയൊക്കെയാണല്ലേ വീഡിയോയിൽ പിടിക്കേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ഡിപ്രഷൻ കൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മയെ മർദ്ദിച്ചത് എന്ന് പറഞ്ഞിട്ട് ഇപ്പം നല്ലതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ റിപ്പോർട്ടർമാരുള്ള ഒരു 4-5 മിനിറ്റ് മാത്രമായിരിക്കും അമ്മയോട് ഇത്ര സ്നേഹം. അത് കഴിഞ്ഞ് എങ്ങനെയാ സ്നേഹം എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആദ്യം ഞാനും ഈ വാർത്ത കണ്ടിരുന്നു. ഞാൻ ഈ വാർത്ത കണ്ടപ്പോഴും ഞാനും മനസ്സുകൊണ്ട് എത്ര നല്ല മകളാണ്, ഈ മകളെ കെട്ടിയ അമ്മ പുണ്യവതിയാണ് എന്നൊക്കെ വിചാരിക്കുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടി വിചാരിച്ചിനി. അതായത് ഈ അമ്മയ്ക്ക് എന്തെങ്കിലും സ്വത്തോ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഈ ഭർത്താവിൻ്റെയും മക്കളുടെയും കയ്യിലായിരിക്കൂലേ. അതൊക്കെ അവറ്റകളെ ഓടിച്ചു വിട്ടിട്ട് ഈ അമ്മയ്ക്ക് തന്നെ തിരിച്ചെഴുതി കൊടുക്കുവാനുള്ള എന്തെങ്കിലും ഒരു നടപടി കൂടി വേണം എന്ന് ഞാൻ എൻ്റെ മനസ്സാൽ വിചാരിച്ചിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇമാതിരിയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരാൻ തുടങ്ങിയത്. അതായത് ഇവരിതുപോലെ ചെയ്തിട്ടുണ്ട്, അതിനെതിരെയാണ് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നത്. എന്താണ്? അവർക്കന്ന് ഡിപ്രഷൻ ആയിരുന്നു, അവർക്കന്ന് പ്രശ്നമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ചില ആൾക്കാർ ഇതിനിടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണ് ഇതുപോലെ ജീവൻ ഒടുക്കിയിരുന്നു. ആ പെണ്ണിന്റെ കഥ എന്ന് പറഞ്ഞിട്ട് ഒരാൾ പറയുന്നുണ്ടായിരുന്നു. അതായത് ഡിപ്രഷൻ ഉണ്ട്. പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും, അതായത് ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന തരത്തിൽ വരുമോ എന്നുള്ള ഒരു സംശയമൊക്കെ ഉണ്ട്. ഏതായാലും ആ ഒരു സ്ത്രീ ഇപ്പോൾ ജീവനോടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ ചർച്ചയും ചെയ്യേണ്ട.
അപ്പൊ ഈ അമ്മമാരെ സംരക്ഷിക്കാത്ത കുറേ മക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അതായത് ഇവർക്ക് ഒന്നും മേലാതെ കഴിയുന്ന, അതായത് 90-95 വയസ്സിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ കുടുംബത്തിന് തന്നെ ഒരു ബാധ്യതയായിരിക്കും ചില ആൾക്കാർക്ക്. അതെന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിന്റെ കൂടെ എവിടെയും പോകാൻ പറ്റൂല, അതുപോലെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ പോകാൻ പറ്റൂല, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മക്കളൊക്കെ വിദേശത്തായിരിക്കും, വിദേശത്ത് പോകാൻ പറ്റൂല. പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ അമ്മ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ വരെയുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് മക്കളും കാര്യങ്ങളും നമ്മുടെ നാട്ടിലിങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരുപാട് മക്കളുണ്ട്. പക്ഷേ നല്ല രീതിയിൽ നോക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴത്തെ അമ്മമാരോട് പറയുകയാണ്, അതായത് നിങ്ങൾ കൊന്ന് വിട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്നമ്മമാരെ നിങ്ങൾ സ്വത്ത് ഇവറ്റകൾക്ക് കൊടുക്കരുത്. കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ തീർന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ഗാന്ധി ഭവനിലായതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. അതായത് ഗാന്ധി ഭവനിൽ കിടന്നിട്ടാണ് ഇപ്പൊ അവർ അമ്മയെ നോക്കുന്നത്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ആ അമ്മയെ കണ്ടപ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു സങ്കടം തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചുമക്കളും അതുപോലെ മകളുടെ ഭർത്താവും ചേർന്നിട്ട് ഇറക്കി വിട്ട ഒരമ്മ കഷ്ടം തന്നെയല്ലേ. ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച മകള്, ഇതൊക്കെ കണ്ടപ്പോഴേ ആ മകളോട് നല്ല റെസ്പെക്റ്റ് തോന്നിയിരുന്നു. പക്ഷേ ആ മർദ്ദന വീഡിയോ കണ്ടതിൽ പിന്നെ, ഇനി അത് വ്യാജമാണോ എന്ന് നമുക്കറിയില്ല, വ്യാജമല്ല, അതായത് അവരുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആ മർദ്ദന വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇവർ എത്രമാത്രം ഒരു ദുഷ്ടയാണ്. എന്നിട്ട് ഇവർ ഇങ്ങനെ വന്നിട്ട് ന്യായീകരിക്കാൻ ഇവർക്കൊരു ഇതും തോന്നുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ 2 ദിവസമാണെങ്കിൽ 2 ദിവസം ആ മക്കളും ആ ഒരു അച്ഛനും, അതായത് ഇവരുടെ കെട്ടിയോൻ, അവരൊക്കെ വില്ലന്മാരായില്ലേ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് തൻ്റെ പ്രശ്നങ്ങൾ വരെ അവരുടെ മേലേക്ക് ചാർത്തി കൊടുക്കുന്നത്? അതായത് സ്വന്തം മകളെ ഇങ്ങനെയാണ് ഒരു അമ്മയോട് കാണിക്കുന്നതെങ്കിൽ പിന്നെ മകളുടെ ഭർത്താവും പിന്നെ മക്കളും ഇവരൊക്കെ എങ്ങനെയാ കാണിക്കുക? ഇതുപോലെയല്ലേ കാണിക്കുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കാണിക്കുന്ന വഴിയല്ലേ അവരും കണ്ടു പഠിക്കുന്നത്. ഇവർക്ക് പോലും ഒരു വിലയില്ല, പിന്നെ ഞങ്ങൾക്ക് എന്തിനാണ് വില എന്നല്ലേ ഭർത്താവും അതുപോലെ മക്കളും വിചാരിക്കുന്നത്. അപ്പൊ ഇവരെ പറ്റിയിട്ട് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളും ഇതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ പേഴ്സണൽ കാര്യം മാത്രമാണ്. പക്ഷെ ഞാനിപ്പോഴും ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം ആ ഒരു മക്കളെയും ഭർത്താവിനെയും നമ്മൾ വില്ലന്മാരാക്കിയല്ലോ എന്നുള്ളൊരു കുറ്റബോധം തന്നെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നോക്കാത്തതും നോക്കുന്നതുമായ ഒരുപാട് അമ്മമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരുപാട് അമ്മമാരെ ഞാൻ പറഞ്ഞല്ലോ, അമ്പല നടകളിലും അവിടെയും എവിടെയും ഒക്കെ ഉപേക്ഷിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ കൂണ് പോലെ മുളച്ചു പൊന്തുന്ന ഈ വൃദ്ധസദനങ്ങളുണ്ട്. അതാണ് ആലോചിച്ച് നോക്കേണ്ടത്. ഇവരൊക്കെ ഒരു കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രൗഢിയോടുകൂടി ജീവിച്ചവരുണ്ട്. ഇതിനിടയ്ക്ക് ഒരു അമ്മ പറയുന്നത് കിട്ടും, അമ്മക്ക് ജോലി വരെ ഉണ്ടായിരുന്നു, 2 മക്കളും നല്ല രീതിയിൽ നല്ല വിദ്യാഭ്യാസം കൊടുത്തവർ നല്ല ജോലിക്കാരാണ്. പക്ഷെ കല്യാണം കഴിച്ചപ്പോൾ ഭാര്യ പറയുന്നതിനപ്പുറം അവർ നിൽക്കത്തില്ല. അങ്ങനെ അമ്മയെ ഒഴിവാക്കി എന്നുള്ള ചില അമ്മമാരെയും ഞാൻ കണ്ടു. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പ്രചോദനം തന്നെയാണ്. അതായത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച സ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഒരു ഇത് തന്നെയാണ്. ഒക്കെ നല്ലത് തന്നെയാണ്, പ്രചോദനമാണ് മറ്റുള്ളവർക്ക്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ അത് നല്ല ഡീസൻ്റ് ആയിട്ട് അമ്മമാരെ നോക്കുന്ന ഒരുപാട് അത്താഴ പ്രശ്നക്കാരുണ്ട്. അതായത് ഗാന്ധി ഭവനിൽ കൊണ്ടുപോയിട്ടൊന്നുമല്ല, സ്വന്തം വാടക വീട്ടിൽ അമ്മമാരെ നോക്കുന്ന സ്ത്രീകളുണ്ട്. അതാലോചിച്ച് നോക്കണം നിങ്ങൾ. അവിടെ കൊണ്ടുപോയിട്ട് വേണം വാർത്ത പിടിക്കാൻ, അവിടെ കൊണ്ടുപോയിട്ട് വേണം ക്യാമറ വെക്കാൻ. ആ കഷ്ടപ്പാട്, അതായത് ഒരാൾ പോലും പിന്നെ ഹെൽപ്പ് ചെയ്യാനില്ലാതെ, വാടക കൊടുക്കാൻ പോലും പൈസ ഇല്ലാതെ തൻ്റെ 90 വയസ്സായ അമ്മയ്ക്ക് വേണ്ടി ജീവിതം ഹോമിക്കുന്ന മകളെ ഭർത്താവും കുട്ടികളും ഒക്കെ ഉണ്ട്. അവിടെയാണ് നിങ്ങൾ കൊണ്ടുപോയിട്ട് ക്യാമറ വെക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ അമ്മയെ തല്ലിയിട്ട് എനിക്ക് ഡിപ്രഷനായിരുന്നു, അമ്മയെ തല്ലിയിട്ട് എനിക്കന്ന് ശരിയല്ലായിരുന്നു, അവിടെയല്ല നിങ്ങൾ ക്യാമറ വെക്കേണ്ടത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യണം. ഈ ഹൈപ്പ് ചെയ്യാണ്ട് വിടുവേ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.